ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഒമാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. മസ്കറ്റിൽ നടന്ന ചടങ്ങിൽ ഒമാൻ സുൽത്താനേറ്റിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ പുരസ്കാരം ശ്രീ മോദിക്ക് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സമ്മാനിച്ചു. ഇന്ത്യ ഒമാൻ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി നൽകിയ വിശിഷ്ട സംഭാവനകൾക്കാണ് പുരസ്കാരം. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ദീർഘകാല സൌഹൃദത്തിന് പുരസ്കാരം സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെയും ഒമാനിലെയും ജനങ്ങൾക്കിടയിലെ ഊഷ്മള ബന്ധത്തിനുള്ള ആദരമാണ് പുരസ്കാരമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സന്ദർശനത്തിന്റെ ഭാഗമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒമാൻ സുൽത്താന്റെയും സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ഒമാൻ വാണിജ്യമന്ത്രി ഖൈസ് അൽ യൂസഫുമാണ് കരാറിൽ ഒപ്പുവച്ചത്. വൈവിധ്യമാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഹജീവനത്തിന്റെയും സഹകരണത്തിന്റെയും മാതൃകയാണ് ഇന്ത്യൻ പ്രവാസികളെന്നും ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും ഇന്ത്യൻ പൌരന്മാർ വൈവിധ്യത്തെ ബഹുമാനിക്കുന്നവരാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. हमारी डाइवर्सिटी हमारी संस्कृति का मजबूत आधार है. हमारे लिए हर दिन एक नया रंग लेकर के आता है. हर मौसम एक नया उत्सव बन जाता है. हर परंपरा एक नई सोच के साथ आती है. और यही कारण है कि हम भारतीय कहीं भी जाए, कहीं भी रहे, हम डाइवर्सिटी का सम्मान करते हैं. മസ്കറ്റിൽ നടന്ന ഇന്ത്യൻ ഒമാൻ വ്യാപാര ഉച്ചകോടിയെയും ശ്രീ മോദി അഭിസംബോധന ചെയ്തു. വിശ്വാസവും സൌഹൃദമാണ് ഇന്ത്യ ഒമാൻ ബന്ധത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒമാൻ, ജോർദാൻ, എത്യോപ്യ ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി ശ്രീ മോദി അല്പസമയം മുൻപ് ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ 2025 ലോക്സഭ പാസാക്കി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് പുതിയ ബിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ബിൽ പ്രതിവർഷം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കാര്യക്ഷമമായാണ് നടപ്പിലാക്കിയതെന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്ക് മറുപടിയായി നൽകിക്കൊണ്ട് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. UPA സർക്കാർ ചിലവഴിച്ചതിലും അധികം തുക മോദി സർക്കാർ പദ്ധതിക്കായി വിനിയോഗിച്ചതിനു പുറമെ വനിതാ പ്രാതിനിധ്യവും 56% വർദ്ധിപ്പിച്ചു. പദ്ധതിയിൽ സുതാര്യതയും കൂടുതൽ തൊഴിലവസരങ്ങളും സൃഷ്ടിച്ച് വികസിത് ഭാരത് ജി റാംജി ബിൽ ഗ്രാമങ്ങളെ വികസിതമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടെയാണ് ലോക്സഭ ബിൽ പാസാക്കിയത്. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വികസിത് ഭാരത് ജി റാംജി ബിൽ രാജ്യസഭ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെയാണ് സമാപനമാകുക. ആണവോർജ്ജ വിനിയോഗ ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആണവോർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ആണവോർജ്ജ നിയന്ത്രണ ബോർഡ് രൂപീകരിക്കാനും ആണവോർജ്ജ പരിഹാര ഉപദേശക സമിതി, നഷ്ടപരിഹാര നിധി എന്നിവ സ്ഥാപിക്കാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഊർജ്ജ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായി ബിൽ അവതരിപ്പിച്ച ആണവോർജ്ജ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ആണവ മേഖലയെ സംയുക്ത സംരംഭങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചതായി അദ്ദേഹം സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും പറഞ്ഞു. ആണവോർജ്ജ വികസനം പൊതുമേഖല കേന്ദ്രീകരിച്ചായിരിക്കണമെന്നും സ്വകാര്യ മേഖല ഈ രംഗത്തേക്ക് കടന്നുവരുന്നത് ശാസ്ത്രജ്ഞരുടെ ഇച്ഛാശക്തി കെടുത്തുമെന്നും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. കേരളത്തിൽ ദേശീയപാത 66 മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള റീടൈനിംഗ് ഭിത്തിയോടുകൂടിയ ഉയരപ്പാതയ്ക്ക് പകരം പില്ലറുകളിൽ തീർത്ത കോൺക്രീറ്റ് ഉയരപ്പാതകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. It is to be important before constructing that wall, and Kerala soil is not permitting for that. And that is to be an engineering problem. So what he is telling to the House is correct. You are suggesting for making already elevated road there, and that is to be a costly solution. And that's the reason that we have taken the decision in the Kerala, particularly about the retaining wall. We will go for your suggestion and we will construct that. പില്ലറിൽ തീർത്ത ഉയരപ്പാത എന്ന നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിക്കുന്നതായും കേന്ദ്രമന്ത്രി അറിയിക്കുകയായിരുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം. കേരളം, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശം നൽകി. ഹർജി ജനുവരി 6 സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയായി. എന്യൂമറേഷൻ ഫോമുകളുടെ ശേഖരണം ഇന്ന് അവസാനിച്ചു.
കരട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുണ്ടോയെന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തന്യു ഖേൽക്കർ അഭ്യർത്ഥിച്ചു. ഇന്ന് അർദ്ധരാത്രി 12 മണിയോട് കൂടി നമ്മുടെ എനുമറേഷൻ ഫേസ് പൂർത്തിയാവുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടി തന്നെ നമ്മുടെ 100% ഡിജിറ്റൈസേഷൻ നമ്മൾ കേരളത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. പിന്നെ ഡ്രാഫ്റ്റ് റോള് നമ്മൾ 23 തീയതി ഡിസംബറാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മാസം ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസിന് സമയമുണ്ടാവും. ആ സമയത്ത് വോട്ടേഴ്സിനും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ BLAസിന് അവർക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് അവർക്ക് കൊടുക്കാം. പുതിയതായിട്ടുള്ള വോട്ടേഴ്സിന് ഫോം 6 കൊടുത്തിട്ട് ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്. ആ ഡിക്ലറേഷൻ ഫോമോട് കൂടി ഫോം 6 either ഓൺലൈനിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് വേണമെങ്കിൽ അത് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കണ്ണൂർ കോർപ്പറേഷൻ മേയറായി P. ഇന്ദിരയെ തെരഞ്ഞെടുത്തു. ഇന്ന് ചേർന്ന DCC യോഗത്തിലാണ് തീരുമാനം. കോഴിക്കോട് കോർപ്പറേഷൻ LDF മേയർ സ്ഥാനാർത്ഥിയായി O. സദാശിവനും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി S. ജയശ്രീയും മത്സരിക്കുമെന്ന് LDF ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കും. അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിലാണ്. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി കേന്ദ്ര സർക്കാർ 5,900 കോടി വെട്ടിക്കുറച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. സാമ്പത്തിക വർഷം അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തിന് ഇത് കനത്ത ആഘാതമേൽപ്പിക്കുമെന്നും മന്ത്രി എറണാകുളത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവയുടെ പേരിൽ നേരത്തെ നടത്തിയ വെട്ടിക്കുറയ്ക്കലിന് പുറമെയാണിതെന്നും മന്ത്രി അറിയിച്ചു. ശബരിമല തീർത്ഥാടകർ തീർത്ഥാടനത്തിന് പരമ്പരാഗത ദീർഘദൂര കാനനപാത തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് സ്വന്തം ശാരീരികക്ഷമത വിലയിരുത്തണമെന്ന് DFO വിനോദ് കുമാർ. സത്രം പുല്ലുമേട് വഴിയുള്ള കാനനപാതയിലെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹമാധ്യമങ്ങളിൽ കാണുന്നതുപോലെ എളുപ്പമല്ല കാനനപാത താണ്ടാനെന്നും കയറ്റവും ഇറക്കവും നിറഞ്ഞ ദുർഘടമായ പാതയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രായമായവരും കുട്ടികളും കഴിയുന്നതും രാവിലെ തന്നെ കാനനപാതയിൽ കൂടി വരാൻ ശ്രദ്ധിക്കണമെന്നും DFO നിർദ്ദേശിച്ചു. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ സമാപനം. തിരുവനന്തപുരം നിശാഗന്ധിയിൽ വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ സുവർണ ചകോരം, രജത ചകോരം തുടങ്ങി വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഓഡിയൻസ് പോളിൽ പ്രേക്ഷകർക്ക് നാളെ ഉച്ചയ്ക്ക് 2 മണി വരെ വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ക്രിസ്തുമസ്, പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് വീടുകളിലും മറ്റും വൈദ്യുത നക്ഷത്ര വിളക്കുകളും ദീപാലങ്കാരങ്ങളും ഒരുക്കുമ്പോൾ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ചീഫ് ഇലക്ടറൽ ഇൻസ്പെക്ടർ. വീടുകളിലെ എർത്തിംഗ് സംവിധാനം കാര്യക്ഷമമാണെന്ന് ഉറപ്പാക്കണം. നക്ഷത്ര ദീപാലങ്കാരങ്ങളുടെ വയറുകൾ കുട്ടികളുടെ കയ്യെത്താത്ത ദൂരത്ത് സ്ഥാപിക്കണമെന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറിയിച്ചു. അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ ആദ്യ സെമിയിൽ ഇന്ത്യ നാളെ ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 10:30 ദുബായിലെ ICC അക്കാദമി ഗ്രൌണ്ടിലാണ് മത്സരം. രണ്ടാം സെമിയിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഏറ്റുമുട്ടും. ഈ മാസം 21 ഫൈനൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ നടക്കേണ്ടിയിരുന്ന 4ാം മത്സരം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. ക്രിസ്തുമസ്, പുതുവത്സര തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ 9 സോണുകളിലായി 138 പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തും. 650 ട്രിപ്പുകളാണ് ഇക്കാലയളവിൽ അധികമായി നടത്തുക. സംസ്ഥാന സർക്കാരിന്റെ ലേബർ കോൺക്ലേവ് 2025 നാളെ തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ സംബന്ധിച്ച് കോൺക്ലേവ് ചർച്ച ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജിമാർ, അഡ്വക്കേറ്റ് ജനറൽ, ദേശീയ സംസ്ഥാന ട്രേഡ് യൂണിയൻ നേതാക്കൾ, നിയമവിദഗ്ധർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ പുതിയ മന്ദിരം ഫെബ്രുവരി ആദ്യവാരത്തോടെ പ്രവർത്തനം ആരംഭിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി. 242.42 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ 2ാമത് പരമ്പരാഗത വൈദ്യശാസ്ത്ര ആഗോള ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ മൈ ആയുഷ് ഇന്റഗ്രേറ്റഡ് സർവീസ് പോർട്ടൽ ഉൾപ്പെടെ നിരവധി സുപ്രധാന സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ആയുഷ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരത്തിനായി ആഗോളതലത്തിൽ വിഭാവനം ചെയ്ത ആയുഷ് മാർക്ക് അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.